ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ പാദാർപ്പണമസ്തു. ജയ ശ്രീ രാധരാജ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഇന്ന് ഏകാദശിയാണ്. നാളെ ശനിയാഴ്ച 11-ാം തീയതി 6:40 മുതൽ 8:40 വരെ അതിനകത്ത് നമ്മൾക്ക് പാരണവീട്. പക്ഷേ ഈ ശനിയാഴ്ച ശനി പ്രദോഷവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, പ്രദോഷത്തിനും എങ്ങനെ നിങ്ങൾ വ്രതമെടുക്കുന്നു? അപ്പം നമ്മൾക്ക് ഏകാദശിയും പാരണ വീടിയതിന് ശേഷം പ്രദോഷ വ്രതം നമുക്ക് തുടങ്ങാം. അത് പ്രദോഷ വ്രതവും നമ്മൾ ഉപവാസത്തിലായിരിക്കണം. പക്ഷേ ഏകാദശി ഉപവാസം എടുത്ത് പ്രദോഷ വ്രതവും ഉപവാസം എടുക്കുമ്പോൾ കുറച്ച് നമ്മൾ ശാരീരികമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ ചെറിയ പഴങ്ങളോ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളോ ഒക്കെ നമ്മൾക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ അത്രയും 2 ദിവസം ഉപവാസം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാം. അത് ശനിപ്രദോഷം ഏറ്റവും നല്ലതാണ്. അപ്പോൾ സ്വർഗവാതിൽ ഏകാദശി ശനിപ്രദോഷം അടുത്ത് വരുന്നത് കൊണ്ട് ഏറ്റവും ഉചിതമായ ദിവസമാണ് ശനിപ്രദോഷം. നമ്മൾ വർഷത്തിൽ ഒരു പ്രദോഷം, ഈ ശനിപ്രദോഷം എടുത്താൽ മതി. എല്ലാ പ്രദോഷം പിടിക്കുന്നതിനെക്കാട്ടി ഏറ്റവും ഉത്തമമായതാണ് ഈ ശനിപ്രദോഷം. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നത്. പ്രദോഷ വ്രതം എടുക്കാം. ശിവൻകോവിലിൽ പോയി നമുക്ക് പ്രദോഷ സന്ധ്യയൊക്കെ കാണാം. അപ്പോൾ അതിനുശേഷം ആ നോമ്പ് നമ്മൾക്ക് അന്ന് തന്നെ പ്രദോഷ സന്ധ്യയ്ക്ക് ശേഷം തന്നെ നമ്മൾ പാരണ വിടേണ്ടതാണ് പ്രദോഷ നോമ്പ്. ഹരേ കൃഷ്ണ.